കണ്ണൂർ കണ്ണപുരം കീഴറയിൽ വാടക വീടിനുള്ളിൽ സ്ഫോടനം. പുലർച്ചെ 2 മണിക്കാണ് സ്ഫോടനം നടന്നത്. സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചു. മുഹമ്മദ് അഷമാണ് സ്ഫോടനത്തിൽ മരിച്ചത്. സംഭവത്തിൽ ചാലാട് സ്വദേശി അനൂപ് മാലിക്കിനെതിരെ പോലീസ് കേസെടുത്തു. അനൂപ് മാലിക്കാണ് വീട് വാടകയ്ക്കെടുത്തത്. കേസ് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചതായി കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് പറഞ്ഞു. വീട്ടിൽ നിന്നും നമ്മൾക്ക് മുഹമ്മദ് ആഷാം കെ എന്ന് പറയുന്ന ഒരാളുടെ ബോഡിയാണ് ഇവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിന് മുകളിലായിട്ട് ഇപ്പം നമ്മൾക്ക് ഈ സ്ഥലത്ത് നിന്ന് ഈ ബ്ലാസ്റ്റ് നടന്നിരിക്കുന്ന സ്ഥലത്ത് മുഹമ്മദ് ആഷാം എന്ന് പറയുന്ന ഒരാളുടെ ചാലാട് സ്വദേശിയാണ്. ആളുടെ മൃതദേഹം നമുക്ക് ആ സൈറ്റിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അത് മറ്റ് നടപടികൾക്കായിട്ട് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എക്സ്പ്ലോഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോറൻസിക് പരിശോധനകൾ നടത്തി വരികയാണ്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോഷൻ്റെ കാര്യങ്ങളും അതിൻ്റെ പോയിന്റും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് സയന്റിഫിക് പ്രൊസീജിയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. നിലവിൽ അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റോളിനെ പറ്റിയിട്ട് നമുക്ക് ഇതിൽ ക്ലാരിഫിക്കേഷൻ കൊണ്ടുവരേണ്ടതുണ്ട്. ഇതിൽ ഒരു എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസസ് അവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്പ്ലോസീവ് ഈ പടക്കങ്ങളും ഉത്സവങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ഗുണ്ട് പടക്കങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് കുറേയധികം ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്നാണ് കണ്ടിരിക്കുന്നത്, സീനിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, എന്തൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം സ്ഫോടനവുമായി ബന്ധപ്പെട്ട്? ഷമി, പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ കണ്ണപുരത്തിനടുത്ത് കീഴറയിൽ വാടക വീട്ടിൽ വൻ സ്ഫോടനം, ഉഗ്രസ്ഫോടനം ഉണ്ടായത്. വലിയ സ്ഫോടന ശബ്ദം ഈ പ്രദേശവാസികൾ മുഴുവൻ കേട്ടിരുന്നു. ഉടൻ തന്നെ പ്രദേശവാസികൾ എത്തുകയും പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്യുകയായിരുന്നു. ഈ സ്ഫോടനത്തിൽ വീട് തകർന്ന നിലയിലാണ്. പോലീസ് എത്തി പരിശോധന നടത്തിയപ്പോൾ ഒരു മൃതദേഹം ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ആ മൃതദേഹം ഇവിടെ നിന്നും ഈ സംഭവ സ്ഥലത്ത് നിന്നും മാറ്റിയിട്ടുണ്ട്. ഈ ഒരു അല്പസമയം മുമ്പ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയ കാര്യം, ഇവിടെ വെടിമരുന്നും അതോടൊപ്പം തന്നെ പടക്ക നിർമ്മാണത്തിനുള്ള സാമഗ്രികളും ധാരാളമായി സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി എന്നുള്ളതാണ്. ഈ സ്ഫോടനത്തിന് പിന്നിലുള്ളത് അനൂപ് മാലിക് എന്ന് പറയുന്ന വ്യക്തിയാണെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അനൂപ് മാലിക്കിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. നേരത്തെയും സമാനമായ സംഭവങ്ങളിൽ പ്രതിയായിരുന്നു അനൂപ് മാലിക്. 2016 കണ്ണൂർ പൊടിക്കുണ്ട് നടന്ന ഒരു സ്ഫോടനത്തിൽ, സമാനമായ ഒരു സ്ഫോടനത്തിലും അന്ന് ഈ പ്രതിയായിരുന്നു അനൂപ് മാലിക്. തോട്ടടയിൽ ഒരു വിവാഹ വീട്ടിലുണ്ടായ സ്ഫോടനത്തിന് പിന്നിലും അന്ന് ആ സ്ഫോടനം നടത്തിയവർക്ക് ഈ സ്ഫോടക വസ്തു നൽകിയതും അനൂപ് മാലിക്കാണ്. ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ക്രിമിനൽ കേസുകൾ ഉള്ളയാളാണ് അനൂപ് മാലിക്. അനൂപ് മാലിക്കും കണ്ണൂർ ചാലാട് സ്വദേശിയാണ്. അനൂപ് മാലിക് ബന്ധുവിൻ്റെതാണ്. ഈ കരിമരുന്ന്, അതായത് ഈ കരിമരുന്ന് പ്രയോഗം നടത്തുന്ന ആൾക്കാരാണോ? അതായത് ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഈ കരിമരുന്ന് പ്രയോഗം നടത്തുന്ന ആൾക്കാരാണോ, അതോ മറ്റേതെങ്കിലും തരത്തിൽ ഉള്ള സ്ഫോടക വസ്തുവിൻ്റെ നിർമ്മാണമാണോ? എന്താണ്? അതായത് ഈ ഉത്സവങ്ങളിലെല്ലാം ഉപയോഗിക്കുന്ന വലിയ ഗുണ്ട് പോലുള്ള സ്ഫോടക വസ്തുക്കൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇവർ നേരിട്ട് ഇത്തരത്തിൽ ഈ കരിമരുന്ന് നടത്തുന്നതാണ് എന്നുള്ളത് പോലീസ് അന്വേഷണത്തിൽ മനസ്സിലായിട്ടില്ല. പകരം ഇത്തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ, പടക്കങ്ങളും ഗുണ്ടുകളും എല്ലാം നിർമ്മിച്ച് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്ന ആളാണ് അനൂപ് മാലിക് എന്നുള്ളതാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. നേരത്തെയുള്ള സംഭവങ്ങളിലും ഈ അനൂപ് മാലിക് താമസിച്ചിരുന്ന കണ്ണൂർ പൊടിക്കുണ്ടിലുള്ള ഒരു വീട്ടിലാണ് നേരത്തെ 2016 സ്ഫോടനം ഉണ്ടാവുകയും ഈ അനൂപ് മാലിക്കിന്റെ മകൾക്ക് തന്നെ അന്ന് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഏതായാലും നിലവിൽ പോലീസ് ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. അനൂപ് മാലിക്കിന്റെ ഭാര്യയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ചോദ്യം ചെയ്തു വരികയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഈ ആരെങ്കിലും കൂടുതൽ ആളുകൾ ഇതിനകത്ത് അകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടില്ല. അക്കാര്യത്തിൽ പോലീസ് ഒരു സ്ഥിരീകരണം നൽകിയതിന് ശേഷം മാത്രമേ അക്കാര്യം വ്യക്തമാവുകയുള്ളൂ. കാരണം ഈ സ്ഫോടനത്തിൽ തകർന്ന അവശിഷ്ടങ്ങൾ അവിടെ നിന്നും പൂർണ്ണമായി മാറ്റിയതിന് ശേഷം മാത്രമേ ആരെങ്കിലും ഒരാൾ കൂടി ഉണ്ടോ എന്നുള്ള സംശയം ഉണ്ടാവുകയുള്ളൂ, എന്നുള്ളതിൽ ഒരു ദൂരീകരണം ഉണ്ടാവുകയുള്ളൂ. പ്രദേശവാസികളെല്ലാം പോലീസിന് നൽകിയ മൊഴി 2 പേർ ഇവിടെ എത്താറുണ്ടായിരുന്നു ബൈക്കുകളിൽ എന്നുള്ള മൊഴി നേരത്തെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശദമായിട്ടുള്ള പരിശോധന നടത്തുന്നത്. മറ്റൊരു സാഹചര്യം പോലീസ് ചൂണ്ടിക്കാട്ടുന്നത്,
ഈ മൃതദേഹം കണ്ടെത്തിയത് അത് ഉറങ്ങിക്കിടക്കുന്ന രീതിയിൽ സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തായിരുന്നു. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ഈ സ്ഫോടനം നടന്ന സ്ഫോടനം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് സംശയമാണ്. അവിടെ വെടിമരുന്ന് നിർമ്മാണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇത് പൊട്ടിത്തെറിക്കാൻ ഇടയാക്കിയ ഒരു സാഹചര്യം. സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.